ഇത് മറ്റേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ ഉള്ള കഥയാണിത്. വേസ്റ്റ് ലൈഫ് എന്ന് വേണം പറയാൻ. ഭയങ്കര മോശമാണ് പടം, ഒരു രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. എന്റെ അമ്മയെ അവസാനമൊക്കെ കാണിക്കുന്നത് കണ്ട സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഫ്രീ ടിക്കറ്റ് എന്നാലും കാണല്ലോ. മലം കൾട്ട് ഗാങ്സ്റ്റർ കൃഷിക്കാരനായിട്ടാണ് പോണത്. നമുക്ക് ഒട്ടും അക്സെപ്റ്റബിൾ അല്ല. അതൊക്കെ എന്ത് സ്പിൻ ഓഫ് ആക്കി എടുക്കാം. നായകൻ തൊട്ട് നമ്മൾ എന്തൊക്കെയാണോ കാണാൻ തുടങ്ങി ആ സെയിം ടൈപ്പ് കഥകളാണുള്ളത്. മറ്റേ ചെക്ക ചിവാന്തവനൊക്കെ ഇടയ്ക്കിടയ്ക്ക് അടിക്കുന്നുണ്ട്. ഫുള്ളുമില്ല കേട്ടോ, സത്യമായിട്ടും വെറും വേസ്റ്റ് ഫീലിംഗ്. ഭയങ്കര ബോറ്. അങ്ങനെ ആ സീനൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത് അത്രയും കോമഡി സീനാക്കി വെച്ചിരിക്കുന്നു. പിന്നെ ക്ലൈമാക്സ് ഒക്കെ വന്നിട്ട് ചിരിക്കും. ഗാങ്സ്റ്റർ കൃഷിക്കാരനായിട്ടാണ് പോണത്. നമുക്ക് ഒട്ടും അക്സെപ്റ്റബിൾ അല്ല. അതൊക്കെ എന്ത് ചിരിക്കും. നമ്മളവിടെ എല്ലാവരും തിയേറ്ററിൽ നിന്ന് ചിരിക്കുകയാണ് സത്യം പറഞ്ഞ. എന്നിട്ട് സത്യം ഭയങ്കര വേസ്റ്റ് ഫീലിംഗ്. മൊത്തത്തിൽ പടം പോരാന്ന് വെച്ചാൽ ഭയങ്കര ദുരന്തം. ഇങ്ങനെ ഒരു പടം മണിരത്നം ഒക്കെ എടുത്തു എന്ന് പറയാൻ പോലും നമുക്ക് അത്ഭുതം. മണിരത്നം എടുത്ത പടം ഒന്നും മനസ്സിലാവുന്നില്ല. കുറച്ച് സൈഡിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കുഴപ്പമില്ല. പിന്നെ ഫസ്റ്റ് ഹാഫിലെ പോസിറ്റീവ് ആയിട്ടുള്ളത് മേക്കിംഗ് കുറേ സൈഡ് DIG കൊള്ളാം. അതുപോലെ സിനിമാറ്റോഗ്രാഫി ചെയ്തേക്കുന്ന കുറേ സൈഡ് നൈസാണ്. ക്യാമറ ഷോട്ട്സ്, ഏരിയൽ ഷോട്ട്സ് ഒക്കെ നൈസാണ്. ഇതല്ലാതെ പടത്തിൽ ഒന്നുമില്ല. പടം മൊത്തത്തിൽ കാണുന്നത് ശോക അവസ്ഥയാണ്. ഫ്രീ ടിക്കറ്റ് എന്നാലും കാണല്ലോ. ഒരു പാൻ ഇന്ത്യൻ ലെവലില് പാൻ ഇന്ത്യൻ എന്ന് പറയാനൊന്നും ഇല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മറ്റേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ ഉള്ള കഥയാണിത്. അത് അതിനെ കുറച്ചും കൂടെ എന്താന്ന് വെച്ചാൽ കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. നല്ല വേറെ നസീർ ഉമ്മറിന്റെ ഒക്കെ കാലഘട്ടത്തുള്ള പടം ഉണ്ടല്ലോ, മറ്റേ ഒട്ടുപട വെച്ചിട്ട് മാറ്റി ആ ടൈപ്പ് സാധനമാണ്. ഇതിലെ ട്വിസ്റ്റ് ആയിരുന്നാലും സസ്പെൻസ് ആയിരുന്നാലും എല്ലാം ആ ലെവലിൽ സാധനമാണ്. മലം കൾട്ട് ക്ലൈമാക്സ് ഒക്കെ വരുമ്പോഴത്തേക്ക് മരിച്ച് നമ്മൾ അപ്പോഴേക്കും മരിച്ച്. ഒരു ഗ്യാങ്സ്റ്ററിനെ ഫാർമർ ഗ്യാങ്സ്റ്ററിനെ ഫാർമർ ആക്കുന്നൊന്നും കുഴപ്പമില്ല. അത് ലാലേട്ടൻ ഓൾറെഡി ഡയലോഗ് അടിച്ചിട്ടുണ്ട്. കുറച്ചൊക്കെ പോയതാണ് കടുത്തോയത്. ഒന്നുമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫില് ഒരു സംഭവം സംഭവിക്കും. ഫസ്റ്റ് ഹാഫിന്റെ എൻഡിൽ ഒരു സംഭവം സംഭവിക്കും. അത് കഴിഞ്ഞതിന് ശേഷം പുള്ളിക്കാരൻ വേറെ എവിടെ പോയിട്ട് ടൈം ജമ്പാണ്. 2 വർഷം കഴിഞ്ഞ് ഞാൻ എന്തൊക്കെയോ പഠിച്ചിട്ട് അത് പഠിക്കണതിനെ കുറിച്ചൊന്നും കാണിക്കുന്ന പോലുമില്ല. ഇന്ത്യൻ 3 സ്പിൻ ഓഫ് ആക്കി എടുക്കാം. വേസ്റ്റ് ലൈഫ് എന്ന് വേണം പറയാൻ. ഭയങ്കര മോശമാണ് പടം, ഒരു രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. അതായത് എന്ത് പറയാനാണ്, നമ്മൾ ആ മണിരത്നത്തിന്റെ ഒരു സിനിമ എന്ന് പറഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് അത്രയ്ക്ക് മാത്രം ഒന്നുമില്ല. നമുക്ക് നിരാശ മാത്രം തന്നെയാണ് പടം തന്നിട്ടുള്ളത്. അല്ല, റഹ്മാന്റെ മ്യൂസിക് കൊള്ളത്തില്ല. മ്യൂസിക് ഒന്നും കൊള്ളത്തില്ല. ഒന്നും കണ്ടു പറഞ്ഞ സെയിം സാധനം തന്നെ. ഈ പഴയ വീടിനടുത്ത് പുതിയ മോഡലിൽ പല ബ്രാൻഡ് കുപ്പികളിൽ വെച്ചിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ തോന്നണ്ടേ? ആ ഒരു രീതിയിലൊന്നുമില്ല. ഒരു പക്ക ഗാങ്സ്റ്റർ പടമായിട്ട് തോന്നത്തില്ല. പക്ക ഗാങ്സ്റ്റർ പടമായിട്ടും തോന്നില്ല. എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, എല്ലാം കൂടെ ചേർത്ത് എന്തൊക്കെയോ ചെയ്ത് വെച്ചിട്ടുണ്ട്, അവയിൽ പരിവാക്കി വെച്ചിട്ടുണ്ട്. 10 വർഷം മുമ്പേ ഇറങ്ങേണ്ട സ്റ്റോറിയാണോ? ഉറപ്പായിട്ടും. കാരണം കണ്ടു പറഞ്ഞ സെയിം സ്റ്റോറി മനസ്സിലാക്കാൻ ഒന്നുമില്ല. അങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ കഥ ഭയങ്കര ക്ലീശയാണ്. കഥ ഭയങ്കര ബോറായിപ്പോയി. കഥയ്ക്ക് അതാണ് നെഗറ്റീവ് ആകെ പടത്തില്. ബാക്കി കുഴപ്പമൊന്നുമില്ല. ബാക്കി കണ്ടോണ്ടിരിക്കുക. മേക്കിംഗ് ഒക്കെ നൈസാണ്. പെർഫോമൻസ് ഒക്കെ ടോപ്പായിരുന്നു. ലൈക്ക് BGM ടോപ്പായിരുന്നു. കഥയിലാണ് ലൈക്ക് പറ്റിപ്പോയത്. അവര് ഒരു പുതുമ വരാൻ നോക്കിയില്ല. ആ നായകൻ തൊട്ട് നമ്മൾ എന്തൊക്കെയാണോ കാണാൻ തുടങ്ങി ആ സെയിം ടൈപ്പ് കഥകളാണുള്ളത്. മറ്റേ ചെക്ക ചിവാന്തവനൊക്കെ ഇടയ്ക്കിടയ്ക്ക് അടിക്കുന്നുണ്ട്. ഒന്നും കണക്ട് ആയില്ല. ഫസ്റ്റ് ഹാഫ് ആ സ്റ്റോറി ബിൽഡ് ചെയ്യണ മാത്രം ഉണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് ഒന്നുമില്ലായിരുന്നു. ക്ലൈമാക്സ് ബോറായിരുന്നു. ഒന്നുമില്ലായിരുന്നു പടത്തിൽ. സെക്കൻഡ് ഹാഫ് നല്ല അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു.